PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSEB എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്ക്സും അവയുടെ ഹെഡ് ക്വാർട്ടേഴ്സും ഫോം ചെയ്ത വർഷവുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയതായി വന്ന നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 30 വരെ അപേക്ഷിക്കാം. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് ജൂലൈ 30 വരെ സമയമുണ്ട്. കൂടാതെ ജൂലൈ 11-നും 26-നും ഓഗസ്റ്റ് 8-നും 16-നും ഒക്കെയായി നടത്താനിരുന്ന CSEB എക്സാമുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി ഇതുവരെ വന്നിട്ടില്ല. ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം. നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലവിൽ 12 നാഷണലൈസ്ഡ് ബാങ്കുകളാണുള്ളത്. പബ്ലിക് സെക്ടർ ബാങ്കുകളെയാണ് നാഷണലൈസ്ഡ് ബാങ്കുകളെന്ന് പറയുന്നത്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെ ഗവൺമെൻറ് ഏറ്റെടുത്ത് പൊതു ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ആക്കുന്നതിനെയാണ് ദേശസാൽക്കരണം അല്ലെങ്കിൽ ബാങ്ക് നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പൊതുമേഖലയിലുള്ള ബാങ്കുകളാണ് ദേശസാൽകൃത ബാങ്കുകൾ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. 2 ബാങ്ക് ദേശസാൽക്കരണം നടന്നിട്ടുണ്ട്. 1969-ലും 1980-ലും. നിലവിൽ 12 പൊതുമേഖലാ ബാങ്കുകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. ഫോം ചെയ്ത വർഷം 1955. 1955-ലാണ് SBI അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. രണ്ടാമത്തേത് ബാങ്ക് ഓഫ് ഇന്ത്യ. ആസ്ഥാനം മുംബൈ. ഫോം ചെയ്ത വർഷം 1906. 3, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആസ്ഥാനം മുംബൈയാണ്. 1919-ലാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. 4, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ആസ്ഥാനം മുംബൈ. 1911-ലാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അവസാനിക്കുന്നുണ്ടെങ്കിൽ ആസ്ഥാനം മുംബൈ ആയിരിക്കും. ഈ 4 ബാങ്കുകളുടെയും ആസ്ഥാനം വരുന്നത് മുംബൈയിലാണ്. അഞ്ചാമത്തേത് കാനറ ബാങ്ക്. കാനറ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബാംഗ്ലൂരാണ്. 1906-ലാണ് കാനറ ബാങ്ക് ഫോം ചെയ്തത്. അപ്പോൾ കാനറ ബാങ്കിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. ഫോം ചെയ്ത വർഷം 1906. ആറാമത്തേത് ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡ ആസ്ഥാനം വഡോദര. 1908-ലാണ് ബാങ്ക് ഓഫ് ബറോഡ ഫോം ചെയ്തത്. ഏഴാമത്തേത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആസ്ഥാനം പൂനെ. 1935-ലാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഫോം ചെയ്തത്. 8, ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്കിൻ്റെ ആസ്ഥാനം ചെന്നൈയാണ്. ഫോം ചെയ്ത വർഷം 1907. 9, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ആസ്ഥാനം ചെന്നൈ. 1937-ലാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഫോം ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ ബാങ്കിൻ്റെയും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെയും ആസ്ഥാനം ചെന്നൈയാണ്. 1907-ൽ ഇന്ത്യൻ ബാങ്കും 1937-ൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ഫോം ചെയ്തു. 10, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ആസ്ഥാനം ന്യൂഡൽഹി. ഫോം ചെയ്ത വർഷം 1895. 11, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയാണ്. ഫോം ചെയ്ത വർഷം 1908. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെയും ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 12-ാമത്തേത് യൂക്കോ ബാങ്ക്. യൂക്കോ ബാങ്കിൻ്റെ ആസ്ഥാനം കൊൽക്കത്ത. ഫോം ചെയ്ത വർഷം 1943. നിലവിൽ 12 നാഷണലൈസ്ഡ് ബാങ്ക്സ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഇന്ത്യയിലുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്.
ബാങ്ക് ദേശസാൽക്കരണം അല്ലെങ്കിൽ നാഷണലൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ബാങ്ക് ദേശസാൽക്കരണമാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. 1969-ലും 1980-ലും. 1969 ജൂലൈ 19 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. അത് 50 കോടിക്ക് മുകളിൽ ടോട്ടൽ ഡെപ്പോസിറ്റ് വരുന്ന 14 ബാങ്കുകളെയാണ് അപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി നാഷണലൈസ് ചെയ്തത്. ആ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് ഓഫ് അലഹബാദ്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക്. ഇങ്ങനെ 14 ബാങ്കുകളെ 1969 ദേശസാൽക്കരിച്ചു. 1980 ഏപ്രിൽ 15 രണ്ടാമത്തെ ബാങ്ക് നാഷണലൈസേഷൻ നടന്നു. അത് ടോട്ടൽ ഡെപ്പോസിറ്റ് 200 കോടിക്ക് മുകളിൽ വരുന്ന 6 ബാങ്കുകളെയാണ് രണ്ടാമത്തെ ഫേസിൽ, അതായത് 1980 ദേശസാൽക്കരിച്ചത്. ആ 6 ബാങ്കുകൾ എന്ന് പറയുന്നത് ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, വിജയ ബാങ്ക്. ഇങ്ങനെ 6 ബാങ്കുകളെയാണ് രണ്ടാമത്തെ ഫേസിൽ ദേശസാൽക്കരിച്ചത്. 1993 സെപ്റ്റംബർ 4 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മെർജ് ചെയ്തു. 2019 വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ മെർജായി. 2020 മാർച്ച് 31 ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മെർജ് ചെയ്തു. 2020 തന്നെ സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിൽ മെർജായി. 2020 ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മെർജായി. അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ മെർജായതും 2020 അങ്ങനെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും നാഷണലൈസ് ചെയ്ത ബാങ്കുകളുടെ ലയനത്തിന് ശേഷം നിലവിൽ 12 നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഇന്ത്യയിലുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യയിൽ നിലവിലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളും അവ ഫോം ചെയ്ത വർഷവും ഹെഡ് ക്വാർട്ടേഴ്സുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.